അപ്പോൾ രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ആശ്രാമത്ത് കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളികൾക്ക് ആശ്വാസം പകരുന്ന ഒരു മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് രാഷ്ട്രീയമായി അവർക്ക് ദോഷം ചെയ്യുമെന്നുള്ള വില കുറഞ്ഞ പാർട്ടി രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിലാണ് തൊഴിലാളികളുടെ താല്പര്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് CPMൻ്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ് ഇത്തരത്തിൽ ക്രൂരമായ നടപടി ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ആശ്വാസം ലഭിക്കുന്ന മെഡിക്കൽ കോളേജിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തത്. എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ച് നാഷണൽ മെഡിക്കൽ കമ്മീഷന് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനുള്ള അനുമതിക്കായി അപേക്ഷ കൊടുക്കണമെങ്കിൽ ആ അപേക്ഷയോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് വേണം. ആ സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നതിൻ്റെ പേരിൽ ഇന്നലെ അവസാന തീയതി എക്സ്റ്റെൻഡ് ചെയ്ത തീയതിയിലും ESI കോർപ്പറേഷൻ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ മുമ്പാകെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോൾ ഒരു വർഷം 50 കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിന് ഒരു വർഷം വീണ്ടും നഷ്ടപ്പെടുകയാണ്. കൊടും ക്രൂരതയാണ് സംസ്ഥാന സർക്കാർ, മെഡിക്കൽ മന്ത്രി അടക്കം, ആരോഗ്യമന്ത്രി അടക്കം ഈ പാവപ്പെട്ട തൊഴിലാളികളോട് ചെയ്ത കൊടും ക്രൂരതയാണ്. തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ജനുവരി മാസം 9-ാം തീയതിയാണ് ഈ പറയുന്ന എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി ESI കോർപ്പറേഷൻ അനുമതി കൊടുത്തത്. 25-ാം തീയതിയാണ് അതിന്മേൽ മറുപടി തരുന്നത്, ഈ കാര്യം ഡിഫക്റ്റ് കാണിച്ചുകൊണ്ട് മറുപടി തരുന്നത്. 28-ാം തീയതി രാവിലെ തന്നെ ESIയുടെ ഡയറക്ടർ ജനറൽ അണ്ടർടേക്കിംഗ് കൊടുത്തു, അഫിഡവിറ്റ് കൊടുത്തു. അടുത്ത ഘട്ടത്തിൽ NOC കൊടുക്കുന്ന ഘട്ടം വരുമ്പോൾ ഇത് മുഴുവൻ പരിഹരിച്ചു കൊള്ളാമെന്നുള്ള അഫിഡവിറ്റ് സത്യവാങ്മൂലം സഹിതം ESI ഡയറക്ടർ ജനറൽ കൊടുത്തു. ഒരു നടപടിയും 28-ാം തീയതി മുതൽ 3-ാം തീയതി വരെ, ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള ഈ 3-ാം തീയതി വരെ ഫയൽ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ കസ്റ്റഡിയിൽ പിടിച്ചു വച്ചു. രാത്രി 7:30 ആയപ്പോൾ ഫയൽ സർക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഈ ഫാക്കൽറ്റി അപ്പോയിൻറ്റ് ചെയ്ത് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സ്ഥല സൗകര്യം കണ്ടെത്തി ന്യൂനതകൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ഇത് പരിശോധിക്കാമെന്ന നിലയിൽ മറുപടി കൊടുത്തു. ബോധപൂർവമായി സംസ്ഥാന സർക്കാർ 600 കോടി രൂപയുടെ കേന്ദ്ര മൂലധന നിക്ഷേപം വരുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ എയിംസ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആശ്രാമം ESI മെഡിക്കൽ കോളേജിന് അനുമതി ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ഗൂഢനീക്കത്തിന് നേതൃത്വം കൊടുത്തു. ഞാൻ 2 പ്രാവശ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ടു. ഇന്നലെ രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രിയുമായി ഞാൻ നേരിട്ട് പോയി തിരുവനന്തപുരത്ത് പോയി അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു, പരിശോധിച്ച് ഇന്ന് തന്നെ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ഒന്നും ചെയ്തില്ല. അപ്പോൾ രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ആശ്രാമത്ത് കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളികൾക്ക് ആശ്വാസം പകരുന്ന ഒരു മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് രാഷ്ട്രീയമായി അവർക്ക് ദോഷം ചെയ്യുമെന്നുള്ള വില കുറഞ്ഞ പാർട്ടി രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിലാണ് തൊഴിലാളികളുടെ താല്പര്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് CPMൻ്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ് ഇത്തരത്തിൽ ക്രൂരമായ നടപടി ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ആശ്വാസം ലഭിക്കുന്ന മെഡിക്കൽ കോളേജിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്തത്. പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലാണ് എന്ന് വേണം വിശേഷിപ്പിക്കാൻ. അല്ലെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആരംഭിച്ചപ്പോൾ, ഇടുക്കി മെഡിക്കൽ കോളേജ് ആരംഭിച്ചപ്പോൾ, കേരളത്തിലുള്ള എല്ലാ മെഡിക്കൽ കോളേജുകളും ആരംഭിക്കുമ്പോൾ എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ പോലും ഈ പറയുന്ന മുഴുവൻ ലാൻഡും ഫാക്കൽറ്റിയെയും അപ്പോയിൻറ്റ് ചെയ്തിട്ടല്ല, അത് പിന്നീട് ചെയ്യേണ്ട കാര്യമാണ്. എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ഒരു പൊതു നിർദ്ദേശം സമർപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. മാത്രമല്ല 100% ഇൻവെസ്റ്റ്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേത്, ESI കോർപ്പറേഷൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്. സംസ്ഥാന ഗവൺമെൻറ് ഒരു നയാ പൈസയുടെ പോലും ധനബാധ്യത വരാത്ത ഒരു പദ്ധതി, അങ്ങനൊരു പദ്ധതി 600 കോടി രൂപയുടെ ഒരു പദ്ധതി കൊല്ലം നഗരത്തെ സംബന്ധിച്ചും കൊല്ലം ജില്ലയെ സംബന്ധിച്ചും കശുവണ്ടി തൊഴിലാളി കരിയിലും കറയിലും പുകയിലും പണിയെടുക്കുന്ന പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾ അടക്കമുള്ള സാധാരണ തൊഴിലാളി സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്ന, മെച്ചപ്പെട്ട ചികിത്സയും പരിരക്ഷയും കിട്ടുന്ന, അതോടൊപ്പം കശുവണ്ടി തൊഴിലാളികൾ അടക്കമുള്ളവരുടെ കുട്ടികൾക്ക് മെഡിക്കൽ കോളേജുകളിൽ കുറഞ്ഞ ഫീസിൽ മിതമായ നിരക്കിൽ പഠിക്കാൻ അവസരം ലഭിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിനെ അട്ടിമറിച്ച കേരളത്തിലെ ഈ ഗവൺമെൻറ്റാണ് പല ഘട്ടങ്ങളിലും മറ്റ് പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നത്.